8 മണി കഴിഞ്ഞ് 50:22 ഇന്ന് ശനിയാഴ്ച ജൂലൈ 13 കേരളത്തിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. ജാഗ്രത പാലിക്കുക. കണ്ണൂരിലെ ശ്രീകണ്ഠാപുരത്ത് നിധി എന്ന് കരുതുന്ന വസ്തുക്കൾ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് സജോ ദേവസ്യ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. ചെങ്ങളായിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് മഴക്കുഴി നിർമ്മിക്കുന്നതിനിടെ സ്വർണ്ണ ലോക്കറ്റുകൾ ഉൾപ്പെടെയുള്ള നിധി കുംഭം ലഭിച്ചത്. സജോ, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ചെങ്ങളായിലെ പരിപ്പായി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിധി കിട്ടിയത്. നിധി കിട്ടിയ ഇത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. അവർ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം ഈ നിധി എടുത്ത സുലോചന ചേച്ചിയാണ് ഈ നിധി എടുക്കുന്നത്. നിധിയാണെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വർണ്ണമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കുന്നുണ്ട്. പുരാവസ്തു വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. പോലീസിന്റെ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. സുലോചന ചേച്ചി, നിധി കിട്ടിയ ആള് സുലോചന ചേച്ചിയാണ്. സുലോചന ചേച്ചിയല്ല, കിട്ടിയത് ഒരു ഉമ്മയാണ്. രണ്ട് ഉമ്മയാണ്. ഒരു കുഴി വയ്ക്കുന്നത്. ആ കുഴി വയ്ക്കുന്ന സമയത്താണ് ആ ഉമ്മക്കാ കിട്ടുന്നത് നിധി. ചുമതല എനിക്ക് ഏറ്റു, അത്രേ ഉള്ളൂ. തൊഴിലുറപ്പ് എന്ത് ഉണ്ടെങ്കിലും ചുമതല എൻ്റെ ചുമതലായിരിക്കും പയ്യ. ഈ ആദ്യമേ ആൾക്കാർക്ക് ഇങ്ങനെ കുഴിച്ചൊക്കെ നിങ്ങൾ മഴക്കുഴി കുഴിക്കുമായിരുന്നില്ലേ? കിട്ടുമ്പോൾ ഇത് വല്ല കൂടോത്രമാണോ ഇനി വല്ല ബോംബാണോ? അവരെടുത്തിട്ട് കുണ്ടിന് കരക്ക് വെച്ചു. കരക്ക് വെച്ചിട്ട് വേറൊരു ഉമ്മ എടുത്തങ്ങ് ചാടി. ശ്രദ്ധിച്ചില്ല. എടുത്ത് ഉമ്മ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. എടുത്തവിടെ വെച്ചു. എടുത്ത് അതിൻ്റെ ഒപ്പരമുള്ള ഉമ്മ എടുത്തങ്ങ് ചാടി. പിന്നെ അതിനെ പറ്റി ഒന്നുമില്ല. ഞങ്ങൾക്ക് ബോംബ് കിട്ടി, അല്ല ഇത് നിധി കിട്ടിയെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതൊന്നും നമ്മളത്ര കാര്യമാക്കി നമ്മൾ വലിയ ഒരു കല്ല് കിട്ടുമ്പോൾ നിധി കിട്ടിയോ എന്ന് പറയാറുണ്ട്. പോകാൻ നേരത്താണല്ലേ തുറന്നു നോക്കി. പിന്നെ ചോറുണ്ടെന്ന് വീട്ടിൽ പിന്നെ രണ്ടാമത് പണിക്ക് ഇറങ്ങി ഒരു 3 മണി 4 മണിയാകാനായിന്. നേരം ഉമ്മേൻ്റെ കുട കാണുന്നില്ല. ആ കുടക്ക് വേണ്ടിയിട്ട് പരതി ഇവളാണ് പരതുന്നത്. ഞാനും ഇവളും കൂടെ പരതുന്നത്. ഇവള് കുഴിച്ച് പരതി ആ കുയിൻ്റെ കരക്കോളെത്തിയതിന് ശേഷം പിന്നെ ഇവള് നോക്കിയാലും കൂടി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരു സാധനം കണ്ടു. സുലോചന ചേച്ചി ഇങ്ങോട്ട് വരില്ല, ഇതിനകത്ത് എന്തോ ഒരു സാധനം ഉണ്ടോയെന്ന് നോക്കറാ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരൂലെന്ന്. അല്ല, സാധനം കണ്ടു. എന്നാലും പോവാൻ പഠിച്ചിട്ട് ആ സമയം വരെ നമ്മൾ പണിയുടെ നിൽക്കും. ഒരാളൊരു കുഴി കുഴിക്കണം. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിർബന്ധമാണ്. അത് നിധി പോയ പണി പോവില്ല. അതാണ് എൻ്റെ ഇത്. വയ്യ ലാസ്റ്റ് ഇവര് പിന്നെ നോക്കി വല്ലതും പോയി കണ്ട് തുറന്ന് ഞാൻ വയ്യ ഇങ്ങനെ എടുത്തത് തട്ടുപോയതിന് മണ്ണടക്കം തട്ടി നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ലോക്കറ്റ് പോലത്തെ സംഗതികൾ, നാണയങ്ങൾ അങ്ങനെയാ. നാണയങ്ങൾ പിന്നെ ഒരു കാശ് കാലത്തൊരു പോയാലുണ്ട് 4 എണ്ണംകാരനല്ല പോലീസുകാരാ എണ്ണി. ഞങ്ങളൊന്നും പിന്നെ പഞ്ചായത്തിലേക്ക് വിളിച്ചേൽപ്പിച്ച് നമ്മളെന്നാ പറയണ്ടപ്പാ, നമ്മള് ഫോട്ടോ കൊടുത്തില്ല. ആശാൻ എന്റെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞറിയാൻ നമ്മളെടുത്തില്ല. ഇപ്പൊ ഈ നമ്മുടെ ഈ ചെങ്ങളായി പഞ്ചായത്തിൽ നിധിക്ക് മാത്രമായിട്ടൊരു മെമ്പറുണ്ട്. ആ മെമ്പറാണ് ഉഷാകുമാരി. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ആദ്യമേ അറിയുകയും കോർഡിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് മെമ്പറാണല്ലോ. അതെ അതെന്ന് വെച്ചാൽ ഇവരാദ്യം അറിയിച്ചിരുന്നു. വൈകുന്നേരമാണ് അറിയിച്ചിനി. രാവിലെ ഇവർ കിട്ടിയെല്ലാം മാറ്റി വെച്ചു. സംഭവം എന്നാൽ ഇവർക്കും വൃത്തം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവർ മാറ്റിയത് വെച്ച് കുറേ കഴിഞ്ഞ് ഒരു കുട വരുന്ന സമയത്താണ് രണ്ടാമത് ഇവരെ ശ്രദ്ധയിൽപ്പെടുകയും അത് എടുത്തിട്ട് പൊട്ടിച്ച് നോക്കുകയും ചെയ്തിനി. അപ്പോൾ പൊട്ടിച്ച് നോക്കുമ്പോൾ സംഭവം ഇങ്ങനെ കണ്ടു. അപ്പോൾ പഞ്ചായത്തിൽ വിളിച്ച് പ്രസിഡന്റുമായി ആലോചിച്ച്, അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു നമുക്കത് പോലീസിൽ ഏൽപ്പിക്കണം. അപ്പോൾ പോലീസിലേക്ക് വിവരം അറിയിച്ച്, അപ്പോൾ NRGൻ്റെ അടുത്തൊരു പയ്യനുണ്ടെങ്കിൽ അവനും കൂടി വന്ന് പോലീസിൽ ഏൽപ്പിക്കുവാനും ചെയ്തിനി. എന്താ വെച്ചാൽ നമുക്ക് സാധനം എന്തെന്നായാലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൈമാറണമല്ലോ. നമുക്കത് ഉള്ള അധികാരമില്ലല്ലോ. അത് പരിശോധന സ്വർണ്ണമാണോ എന്നൊക്കെ അത് അന്വേഷിക്കുന്നുണ്ട്. അത് പരിശോധിച്ചിട്ട് അത് പുരാതന വസ്തുവിലേക്ക് വിടുവാൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് കാലത്തെ ആളുകൾ ധരിക്കും വിധമുള്ള തോന്നിപ്പിക്കുന്ന മാലകളാണെന്നൊക്കെയാണ് അങ്ങനെയാണുള്ളത്. പഴയ കാലത്തുള്ള സംഭവങ്ങളാണ്. ആ നാണയങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പഴയ വസ്തുക്കളാണെന്ന്. ഇതിപ്പോൾ ശരിക്കും അറിയില്ല. അതെന്ന് വെച്ചാൽ ഇവരെ അത്രയും കഴുകി വൃത്തിയാക്കിയത് കൊണ്ടാണ് അത് സ്വർണ്ണ തന്നെ മനസ്സിലായിനി. അതിൻ്റെ ഉള്ളിൽ മണ്ണെല്ലാം കയറി അത്രയും ആയത്തിൽ നിന്നല്ലേ കുഴിച്ചെടുത്തത്. അപ്പോൾ മണ്ണെല്ലാം കയറി ഇതായിട്ട് ഇവർ കഴുകുമ്പോഴാണ് അതിൻ്റെ ഒരു തിളക്കം കണ്ടിട്ട് സ്വർണ്ണാന്ന് നമുക്ക് സംശയം വന്നിനായിരുന്നു. അങ്ങനെയാണ് സംഭവം പോലീസിൽ ഏൽപ്പിച്ചത്. ഇന്ന് തൊഴിലുറപ്പുണ്ടോ? ഇന്ന് കുറച്ച് ആവേശം കൂടുമോ? പിന്നെ നിങ്ങളാരും വന്നു ആവേശം ഭയങ്കരല്ലേ. കിട്ടിയതിന്റെ ഒരു സന്തോഷമുണ്ടല്ലേ, മുഖത്ത് 100 വാട്ടിന്റെ ഒരു സന്തോഷമുണ്ടല്ലേ. നിങ്ങൾ വന്ന സന്തോഷം അതാണ് ഞങ്ങൾക്ക് ഇന്നലെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇന്നലെ ആരും വന്നിട്ടുമില്ല, ഒരാൾ വിളിച്ചിട്ടുമില്ല. ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിട്ടുമില്ല. നാട്ടിലെല്ലാം സുലോചന ചേച്ചിയാണ് ഫേമസ്. സുലോചന ചേച്ചിക്കാണ് നിധി കിട്ടിയെന്നാണ് എല്ലാവരും വരുന്ന വഴിക്ക്. അത് സുലോചന ചേച്ചിയാണ് നേരെ പോയത്. അതെ അല്ലേ.
എസ് കെ അതാണ് അവരാണ് നമ്മളോടൊപ്പം ചേർന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവിടുത്തെ മെമ്പർമാർ. യഥാർത്ഥത്തിൽ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഒരു റബ്ബർ തോട്ടമാണ്, അവിടെയാണ് മഴക്കുഴി കുത്തിക്കൊണ്ടിരുന്നത്. അതിനിടെയാണ് ഇത് കിട്ടിയത്. എന്തായാലും ഇത് നിധി തന്നെയാണോ സ്വർണ്ണമാണോ എന്ന് പുരാതന വസ്തുവാണോ എന്നെല്ലാമുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിലേക്ക് ഇതിനകം കടന്നിട്ടുമുണ്ട്. എസ് കെ.